പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരാൾ വീട്ടിൽ നിന്നോ അങ്ങാടിയിൽ നിന്നോ ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന നമസ്കാരത്തേക്കാൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് 25 ഇരട്ടിയിലേറെ പ്രതിഫലം ലഭിക്കും. അയാൾ നമസ്കാരത്തിനായി ഒളു എടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയാൽ നമസ്കാരമല്ലാതെ മറ്റൊന്നും അയാളെ പുറത്തിറക്കുന്നില്ല. അങ്ങനെ അയാൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിയും അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും, അദ്ദേഹത്തിന് പാപമോചനം നൽകിക്കൊണ്ടിരിക്കും. പള്ളിയിൽ വെച്ച് അദ്ദേഹം നമസ്കാരത്തിനായി കാത്തിരിക്കുന്ന അത്രയും സമയം അദ്ദേഹം നമസ്കാരത്തിലായിരിക്കും. നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥാനത്ത് തന്നെ അദ്ദേഹം ഇരിക്കുന്ന അത്രയും സമയം മലക്കുകൾ അദ്ദേഹത്തിനു വേണ്ടി അള്ളാഹുവെ, ഇദ്ദേഹത്തിന് നീ കരുണ ചെയ്യണമേ, ഇദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പുണ്യങ്ങൾക്ക് 70 ഇരട്ടിയിലേറെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യ റമദാനിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യ റമദാനിലും പള്ളികളിൽ വെച്ച് തന്നെ നമ്മുടെ ഇബാദത്തുകൾ നിർവഹിച്ച്, നമസ്കാരങ്ങളെല്ലാം ജമാഅത്തായി തന്നെ നിർവഹിച്ച് കൂടുതൽ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.